ഹലോ, എൽവിസ് ക്യാപ്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അടൂർ ഏനാന്തിമംഗലം വില്ലേജിലുള്ള ചായലോട് എന്ന വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിലേക്കാണ്. ചായലോട് സ്കൂൾ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഈ വിദ്യാലയം ഇവിടെ പഠിച്ച ഓരോരുത്തർക്കും വളരെ മനോഹരമായ ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. ചായലോട് എന്ന ഗ്രാമത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ഈ വിദ്യാലയത്തിനെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്തുവാൻ സാധ്യമല്ല. ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഈ സ്ഥലം വൺ ഓഫ് ദ ക്ലീനസ്റ്റ് വില്ലേജാണ്. ചായലോട് ആശ്രമത്തിൻ്റെ കീഴിലുള്ള ഈ സ്കൂൾ സെൻറ്റ് ജോർജ് ആശ്രമം സ്കൂൾ എന്നാണ് അറിയപ്പെടുന്നത്. വളരെ പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഈ സ്കൂൾ നിലകൊള്ളുന്നത്. പ്രകൃതിക്ക് ഒട്ടും കോട്ടം തട്ടാതെയുള്ള നിർമ്മാണ രീതികളും ഇതിൻ്റെ പ്രത്യേകതകളാണ്. ഇവിടെ പഠിച്ചവർക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത കുറേ ലാൻഡ്മാർക്കുകൾ ഈ സ്കൂളിന് ചുറ്റുമുണ്ട്. അതിലൊന്നാണ് അയച്ചമ്പാറ, കുട്ടനിച്ചാൻ്റെ കട, ആശ്രമം പള്ളി. ഇതെല്ലാം ഈ സ്കൂളിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ പാറയാണ് അയച്ചമ്പാറ. ഇൻ്റർവെൽ സമയത്ത് ഞങ്ങളെല്ലാം വന്നിരിക്കുകയും കാര്യം പറയുകയൊക്കെ ചെയ്യുന്ന ഈ പാറയിലായിരുന്നു. ഭീമൻ ചവിട്ടിയ പാറയാണെന്നും ഭീമൻ്റെ കാൽപാദം ഉണ്ടെന്നൊക്കെ ഞങ്ങൾ കഥകൾ ഇറക്കിയിട്ടുണ്ടെങ്കിലും ഇവിടെ പഠിച്ച എല്ലാവർക്കും ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു പാറയാണ് ഈ അയച്ചമ്പാറ. അടുത്തതായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ട്. എപ്പോൾ സമയം കിട്ടിയാലും ഞങ്ങളിവിടെ കാണും. ക്രിക്കറ്റ് കളിക്കാൻ, കുട്ടിയും കോലും കളിക്കാൻ, ഗോലി കളിക്കാൻ, അങ്ങനെ എല്ലാം ഞങ്ങൾ ഈ സ്ഥലത്ത് കൂട്ടം കൂടുമായിരുന്നു. ഈ ഗ്രൗണ്ടിനോട് ചേർന്ന് തന്നെ അടുത്തുള്ള വീട്ടിലെ ഒരു മൂവാണ്ടൻ മാവ് ചാഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവെൽ കിട്ടുന്ന സമയത്തൊക്കെ ഞങ്ങൾ ആ മാവിനിട്ട് എറി. അതിനുള്ള വഴക്കും ചീത്തയും അടുത്ത വീട്ടിൽ നിന്നും കിട്ടും, ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടും. ഈ കാണുന്നത് ഞങ്ങൾ പഠിച്ച കാലത്തേ ഉള്ള ഒരു കാടാണ്. അതിപ്പോൾ കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. ഇപ്പോഴും അത് അവിടെ തന്നെയുണ്ട്. ഞങ്ങൾ കള്ളനും പോലീസും കളിച്ചാൽ കയറിയിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെ. ഇതാണ് കഞ്ഞിപ്പുരപ്പാറ. ഇത് കഞ്ഞിപ്പുരയുടെ അടുത്തുള്ളൊരു പാറയാണ്. ഇവിടെ വന്നിരുന്നാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത്, കഞ്ഞി കുടിക്കുന്നതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ പാറയിൽ നിന്ന് അമ്മണിമാമ്മയുടെ അയ്യത്ത് നിൽക്കുന്ന പുളിമരം കാണാം. അതിൽ നിന്ന് പുളി എറിയുന്നത് ഞങ്ങളുടെ മറ്റൊരു ഹോബിയായിരുന്നു. അടുത്തത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ഈ സ്കൂളിൻ്റെ മുന്നിലുള്ള കിണർ. ഈ സ്കൂളിലുള്ള എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളവും പാത്രം കഴുകാനുള്ള വെള്ളവും എല്ലാത്തിനുള്ള വെള്ളം ഞങ്ങൾ എടുക്കുന്നത് ഈ കിണറ്റിൽ നിന്നായിരുന്നു. ഡയറക്റ്റ് കിണറ്റിൽ നിന്ന് കോരി ആ തൊട്ടിയിലെ വെള്ളം കുടിക്കുന്ന സുഖം ഇപ്പോൾ ഏത് പൈപ്പിലെ വെള്ളം കുടിച്ചാലും നമുക്ക് കിട്ടത്തില്ല. അതൊരു ശരിയായ കാര്യമാണ്.
വീട്ടിലെ കിണർ വെള്ളം കോരിക്കുടിച്ചെന്ത് മധുരമെന്നോതുവാൻ മോഹം, എന്ത് മധുരമെന്നോതുവാൻ മോഹം. ഈ കാണുന്ന കെട്ടിടമാണ് താഴത്തെ സ്കൂളെന്ന് ഞങ്ങൾ പറയുന്ന സ്കൂൾ. ഇവിടാണ് 1 മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്നത്. ഇവിടെ തന്നെയാണ് ഹെഡ് മാസ്റ്റർ റൂമും സ്റ്റാഫ് റൂമും ഒക്കെ ഉള്ളത്. ഇതാണ് ഞങ്ങളുടെ അസംബ്ലി ഗ്രൗണ്ട്. ഇവിടെ തന്നെയാണ് ഹെഡ് മാസ്റ്റർ റൂമും. രാവിലെ അസംബ്ലി കൂടുന്നതും താമസിച്ച് വരുന്നവരെ പിടിക്കാൻ ഹെഡ് മാസ്റ്റർ നിൽക്കുന്നതൊക്കെ ഈ ഡോറിൻ്റെ മുന്നിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ പേടിയുള്ളൊരു സ്ഥലമായിരുന്നു ഈ ഭാഗം. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ടീച്ചേഴ്സിനെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ടീച്ചേഴ്സിനൊക്കെ ഞങ്ങളെയും ഭയങ്കര കാര്യമായിരുന്നു. എല്ലാവരുടെ കയ്യിൽ നിന്നും അടിയൊക്കെ കിട്ടിയാലും ഞങ്ങളുടെ പേരൻസിനെയും ഞങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് തിരക്കുകയും ഞങ്ങളോട് കുശലാന്വേഷണം നടത്തി ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരക്കുന്ന ഞങ്ങളുടെ ടീച്ചേഴ്സായിരുന്നു. ഞാൻ പഠിക്കുമ്പം ചാക്കോ സാറ്, ദാനിയ സാറൊക്കെ ആയിരുന്നു അവിടുത്തെ ഹെഡ് മാസ്റ്റർ. റോസമ്മ ടീച്ചർ, ഷേർലി ടീച്ചർ, ഷീജ ടീച്ചർ, ഷാരി ടീച്ചർ, ആൻസി ടീച്ചർ, ഇവരൊക്കെ ആയിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചത്. പിന്നെ അമ്മണിക്കുട്ടി ടീച്ചർ, അവരൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഞങ്ങളുടെ ടീച്ചേഴ്സാണ്. റോസമ്മ ടീച്ചർ, പൊന്നമ്മ ടീച്ചർ, ഇങ്ങനെയൊക്കെ കുറേ ടീച്ചേഴ്സിനെ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഇതാണ് ഞങ്ങളുടെ സ്റ്റാഫ് റൂം. ഈ ഭാഗത്തോട്ടൊന്നും ഞങ്ങൾ കഴിവതും വരാറേയില്ല. കാരണം ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം ഇവിടാണ് ഇരിക്കുന്നത്. ആറാം ക്ലാസ്സും 7ാം ക്ലാസ്സും ഉള്ള കെട്ടിടമാണ് ഈ കാണുന്നത്. അത് സ്റ്റാഫ് റൂമിൻ്റെ അടുത്തല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവിടെ കിടന്ന് ബഹളം വെക്കുകയോ മുറ്റത്തിറങ്ങുകയോ ഒക്കെ ചെയ്യാം. തന്നെയല്ല, മുകളിൽ റോഡിൽ കൂടെ പോകുന്ന എല്ലാവരും ഞങ്ങൾക്ക് കാണാം. അവരെയൊക്കെ ഞങ്ങൾക്ക് കമൻറ്റ് പഠിക്കാം. ഇവിടെ പഠിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ജോൺ സാറിനെ കിട്ടുന്നത്. ആ സ്കൂളിൽ നല്ല പോലെ അടിക്കുന്ന ഒരു സാറായിരുന്നു. ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് സാറിൻ്റെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്നും സാറിൻ്റെ നടിയുള്ളൂ. 7ാം ക്ലാസ് കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് താഴത്തെ സ്കൂളിൻ്റെ പഠിത്തം കഴിയും. അടുത്ത ഞങ്ങൾ പറയുന്ന വലിയ സ്കൂളെന്ന് പറയുന്ന ഹൈസ്കൂളാണ്. അത് ഈ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കുറച്ച് മുകളിലാണ്.
ഇതാണ് ആശ്രമത്തിലേക്ക് പോകുന്ന വഴി. ഇത് തന്നെയായിരുന്നു ഞങ്ങൾ പഠിക്കുമ്പോൾ ഹൈസ്കൂളിലേക്ക് പോകാനുള്ള വഴി. ദൂരെ കാണുന്നതാണ് ഞങ്ങളുടെ ഹൈസ്കൂൾ. ഹൈസ്കൂളിലേക്ക് പോകാനുള്ള വഴിയും ഇത് തന്നെ. ഞങ്ങളുടെ ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടും റോഡും എല്ലാം ഇത് തന്നെയായിരുന്നു. ഇതിൻ്റെ അടുത്ത് നിറയെ തെങ്ങിൻ തോപ്പുകൾ, പറങ്ങാവിൻ്റെ അടുത്ത് ഒരു പാറയൊക്കെ ഞങ്ങളുടെ ഓർമ്മകളിലുണ്ട്. ഇപ്പം അതൊക്കെ അവിടെ കൃഷി ചെയ്തേക്കുകയാണ്. ഇപ്പോഴും അതൊക്കെ അവിടെ തന്നെ അങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. വളരെ ചെറിയ 3 ക്ലാസ്സുകളുള്ള ഒരു സ്കൂളായിരുന്നു ഞങ്ങളുടെ ഹൈസ്കൂൾ. 8, 9, 10 എന്നീ ക്ലാസ്സുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ എത്തിയാൽ പിന്നെ സംഗതി സീരിയസ് ആണ്. കാരണം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഗ്രേഡ് സിസ്റ്റം അല്ലായിരുന്നു, മാർഗമായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ 8ാം ക്ലാസ് മുതൽ തന്നെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ടീച്ചേഴ്സെല്ലാം ഞങ്ങളെ നോക്കുമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ വരാന്ത. ഈ 2 സൈഡിൽ കാണുന്ന റൂമുകൾ ഞങ്ങൾ ഇതുവരെ തുറന്നു കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിനകത്ത് ഭൂതമുണ്ടെന്നും അത് ഇരുട്ട് മുറിയാണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് വരുത്തിയിട്ടുണ്ട്. ആദ്യത്തേതാണ് 8ാം ക്ലാസ്, അത് കഴിഞ്ഞ് 9ാം ക്ലാസ്, അത് കഴിഞ്ഞ് 10ാം ക്ലാസ്. 10ാം ക്ലാസ് സ്റ്റാഫ് റൂമിൻ്റെ അടുത്താണ്. കാരണം ഉഴപ്പാതെ എല്ലാവരെയും 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ക്ലാസ് സ്റ്റാഫ് റൂമിൻ്റെ അടുത്ത് കൊണ്ടുവച്ചേക്കുന്നത്. ഞങ്ങളിവിടെ പഠിക്കുമ്പം ഹെഡ് മിസ്സസ് ചിന്നമ്മ ടീച്ചറായിരുന്നു. പിന്നെ ഡേയ്സ് ടീച്ചർ, ഷേൽ ടീച്ചർ, മറിയാമ്മ ടീച്ചർ, മേഴ്സി ടീച്ചർ, സാറാമ്മ ടീച്ചർ, ഡാൻസ് സാറൊക്കെ ആയിരുന്നു ഞങ്ങളുടെ സാറുമാർ. പിന്നെ ഞങ്ങൾ സ്നേഹത്തോട് വിളിക്കുന്ന ബോയ് സാറും ഉണ്ട് അവിടെ. ഇതാണ് ഞങ്ങളുടെ സ്റ്റാഫ് റൂം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിവതും ഞങ്ങൾ ഈ ഭാഗത്തേക്കൊന്നും വരാറേയില്ല. ഇഷ്ടമുള്ള ആ സ്കൂളിലെ ഒരു സാധനം ബെല്ല്. ഈ ബെല്ലിന് ഒത്തിരി കഥകളും ഉണ്ട്. ലോറിയുടെ ആണെന്നും ട്രെയിനിൻ്റെ ആണെന്നും ഒക്കെ ഞങ്ങൾ പറയുമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾക്ക് അറിയത്തില്ല ഇതെന്തിൻ്റെ സാധനമാണെന്ന്. ഈ സ്കൂളിലെ സയൻസ് ക്ലബ്ബ്, വെള്ളിയാഴ്ചയുള്ള മോറൽ ക്ലാസ്, ഇതൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. കഴിവതും മോറൽ ക്ലാസ്സിൽ കയറാതെ ഞങ്ങൾ കറങ്ങി നടക്കും. അവരെയൊക്കെ പേടിക്കാൻ ഷേർലി ടീച്ചർ പുറകെ നടക്കാറുണ്ട്. ഇവിടുത്തെ ക്ലാസ് ലീഡർ സെലക്ഷനെ, സ്കൂൾ ലീഡർ സെലക്ഷനൊക്കെ ഞങ്ങൾ ആഘോഷമാക്കിയിട്ടുണ്ട്. ജയിച്ചു കഴിഞ്ഞ് മുട്ടായി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. വോട്ട് തരാത്തവർക്ക് മുട്ടായി കൊടുക്കാതിരുന്നിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ കഥ പറയുമ്പോൾ
ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ് ആ സ്കൂളിൻ്റെ അടുത്തുള്ള പള്ളി. പലപ്പോഴും തേങ്ങയൊക്കെ ഞങ്ങളിട്ടതിന് അച്ഛൻ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടൊക്കെയുണ്ട്. എങ്കിലും സ്നേഹത്തോടെ ഉപദേശിച്ച് ഞങ്ങളെ തിരിച്ചുവിടും. അവിടെയുള്ള പള്ളിയും അതിൻ്റെ ചുറ്റുപാടും ആശ്രമമൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. പ്രകൃതിയോട് വളരെ ഇണങ്ങി നിൽക്കുന്ന രീതിയിൽ പ്രകൃതിക്ക് ഒരു കോട്ടവും തട്ടാതെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കി വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ആ പള്ളിയുടെ അടുത്തും ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തും ഒരു വലിയൊരു പാറയുണ്ടായിരുന്നു. കുറേ കാടും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വെട്ടിക്കളയാതെ വളരെ മനോഹരമായിട്ട് പരിപാലിച്ച് അവിടെ ചെറിയൊരു കുരിശും കുറേ വിശ്രമ മുറികളൊക്കെ ആശ്രമത്തിൻ്റെ അടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ടാങ്ക് വെച്ചേക്കുന്നത് തന്നെ ഒരു പാറപ്പുറത്താണ്. വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണത്. പ്രകൃതിക്ക് ഒരു കോട്ടവും ഇവിടെ തട്ടിയിട്ടില്ല. പാറ പൊട്ടിക്കുകയോ വൃക്ഷങ്ങൾ വെട്ടിക്കളയോ ഒന്നും ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. പണ്ടിവിടെ കാട് പിടിച്ച് കിടന്ന ഒരു പാറയായിരുന്നു. ആ കാട് വെട്ടിക്കളയാതെ തന്നെ അത് നെറ്റിട്ട് ഉയർത്തി ഒരു പന്തൽ പോലെ ആക്കി. വളരെ മനോഹരമായ രീതിയിൽ പ്രകൃതി രമണീയമായി അത് ക്രമീകരിച്ചു. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ വളരെ മനോഹരമാക്കി പണിതിട്ടുണ്ട്.
നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ സ്കൂളിൻ്റെ വിശേഷങ്ങളും അല്ലെങ്കിൽ ഈ സ്കൂളിൻ്റെ തന്നെ വിശേഷങ്ങളും നിങ്ങൾ പഠിച്ച കാലത്തെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. ഇതൊക്കെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്തതാണെങ്കിലും ഈ മനോഹരമായ ഓർമ്മകളും നമ്മുടെ ഗുരുക്കന്മാരും നമ്മുടെ കൂട്ടുകാരും ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. നമ്മൾ പഠിച്ച സ്കൂളും അതിൻ്റെ പരിസരവും ഒരിക്കലെങ്കിലും നമുക്ക് ആ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വരാനും നമ്മുടെ ഓർമ്മകൾ പുതുക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വീണ്ടും നല്ല നല്ല കാഴ്ചകളുമായി പുതിയ ഓർമ്മകളുമായി നമുക്ക് തിരിച്ചു വരാം. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന